നിലവിലുള്ള തെരച്ചിലിൽ അങ്ങനെയുള്ള ഒരു സിഗ്നലും കിട്ടിയിട്ടില്ല. നിങ്ങളെ നേരിട്ട് ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ സ്പോട്ടിലാണ്. പക്ഷെ അവരെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ SP-യും ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് രഹസ്യമായി ഒരു ലൊക്കേഷൻ അവർ കണ്ടെത്തി എന്നുള്ള അവരിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ എത്തിയപ്പോൾ നമ്മുടെ ഈ ഇതുവരെ കാത്തുന്ന ബൂം അതിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഞാൻ സ്പോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യണം, എന്തായാലും അവർക്ക് ഒരു ധാരണ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില പോയിന്റുകൾ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നു, ഇന്നലെ കണ്ടതുപോലെയല്ല. ഇന്നലെ ഇപ്പം നമ്മൾ റഡാറിൽ പല സിഗ്നലും കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം വലിയ കല്ലായി അങ്ങനെ പലതുണ്ട്. പക്ഷേ ഇന്ന് അവർ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഒരു തയ്യാറെടുപ്പോടുകൂടി ഈ തെരച്ചിൽ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇത്രമാത്രം മേലുദ്യോഗസ്ഥരൊന്നും ഇവിടെ എത്തിയതില്ല. ഇന്ന് രാവിലെ അവരുടെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം നടക്കുമ്പോൾ എന്നെയും കൂടെ അവർ പങ്കെടുപ്പിച്ചു. അവർ ഫുൾ ഡയറക്ഷൻ കൊടുത്തത് ഒരു കിട്ടുന്ന രീതിയിലുള്ള സംസാരം വന്നതുകൊണ്ടാണ് നമ്മളും ഈ ആത്മവിശ്വാസത്തോടു കൂടി ജിതിൻ്റെ കുടുംബം പിന്നെ അർജുൻ്റെ കുടുംബമായാലും നമ്മളൊക്കെ നിൽക്കുന്നത്. ഇതുവരെ ഒന്നും സ്ഥിരീകരണം അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ MLA എൻ്റെ കൂടെയുണ്ട്. പക്ഷെ അവരിന്ന് കൃത്യമായ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തട്ടക്കടയുടെ പിറകു വശത്തുള്ള ഗംഗാവളി പുഴയിൽ ആഴത്തിൽ അവർ പരിശോധന നടത്തുമ്പോൾ എനിക്കൊരു ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഇന്ന് അവർക്ക് എന്തോ ഒരു ഇന്നലകളിൽ വ്യത്യസ്തമായി. ഹായ് ഫ്രണ്ട്സ്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ശുഭവാർത്തയായിരിക്കട്ടെ ഇനി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലോറി കണ്ടെത്തി എന്നൊക്കെ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. ആ MLA അഷറഫ് പറയുന്നത് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ അന്വേഷണങ്ങൾ പോലെയൊന്നുമല്ല. കർണാടക സർക്കാരിന് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു എന്താണ് അർജുനെ കണ്ടെത്തണം എന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളക്കര ഒന്നടങ്കം ഒന്നായി യൂട്യൂബേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ന്യൂസുകളാണെങ്കിലും എല്ലാവരും സ്പ്രെഡായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കണ്ട് കർണാടക തന്നെ സ്തംഭിച്ചു പോയിരിക്കണം. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഇത് വന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തണം. അപ്പോൾ അവരെ കളിയാക്കുന്ന തരത്തിലാണ് പല ന്യൂസുകളും വരുന്നത് എന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് ന്യൂസുകൾ പലതും വരുന്നത് എന്ന് കർണാടക സർക്കാരിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗംഗാവലി പുഴയുടെ അടുത്തായിട്ട് തന്നെ ഒരു മൺകൂനയുണ്ട്. ആ മൺകൂന തന്നെ കേന്ദ്രീകരിച്ചിട്ടാണ് അവർ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അത് എന്താ പറയുക, അപ്പോൾ ലോറിയുടെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു ശുഭവാർത്തയാകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അത് എന്തായാലും അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ. അപ്പോൾ ഒരു ഭാഗം അത് ഇത്രയും നാൾ അന്വേഷിച്ച ആ ഒരു ഇതല്ല അവർ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് MLA അഷറഫ് പറയുന്നത്. അവർക്കൊരു പ്രത്യേക ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ മേലധികാരികളെല്ലാം വന്നിട്ടുണ്ട് എന്നാണ് MLA അഷറഫ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ശുഭവാർത്തയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സഹോദരൻ അർജുനെ തിരിച്ചു കിട്ടും എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് അവർ അന്വേഷിക്കുന്നു. ഒരു ഭാഗം ഇത്രയും ദിവസമാണെങ്കിൽ പുഴയും അതുപോലെ ഓരോ ഭാഗങ്ങളും ആണ് അവർ നോക്കിയിട്ടുണ്ട്. ഒരു ഭാഗം കേന്ദ്രീകരിച്ച് അവരത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണെങ്കിൽ നേരത്തെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലായിരുന്നു ഒരു കുടുംബം, ആ ഒരു ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കുടുംബം അവിടെ വിശ്രമിക്കാൻ വരുന്നവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയും ഇതേപോലെ മണ്ണിടിച്ചിലിൽ ഒന്നടങ്കം അവരുടെ ജീവൻ പോയ ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ ആ ഒരു കടയുടെ ഫ്രണ്ടിലാണ് അർജുൻ്റെ ലോറി നിർത്തിയിരിക്കുന്നത് എന്നാണ് അറിയപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് MLA അഷറഫ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ശുഭവാർത്ത കിട്ടും എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ MLA അഷറഫ് പറയുന്ന കുറച്ച് വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. ഒരു മെസ്സേജ് കിട്ടിയത് ഇന്നലെ നമ്മൾ സാധാരണ പ്രാർത്ഥനയും പ്രതീക്ഷയും വെച്ച് പുലർത്തിയതാണ്. ഇന്ന് അവർ നല്ല കോൺഫിഡൻസോട് കൂടി ഇതുവരെ ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇത്രമാത്രം അവരുടെ എല്ലാവരും കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ എത്തിയിട്ടില്ല. ഇന്ന് എല്ലാവരും ഫോക്കസ് കൊടുത്തിട്ട് ഒറ്റ സ്ഥലം കേന്ദ്രീകരിച്ച തെരച്ചിലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ MLA സതീഷ് കൃഷ്ണ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പ്രകൃതി പ്രദേശമാണ് അത്. ഈ യന്ത്രം കൊണ്ടുവന്ന് വലിയ കൈകളുള്ള യന്ത്രം കൊണ്ടുവന്ന് ചിലയിടത്തേക്ക് എത്തുമ്പോഴെങ്കിലും വളരെ കൃത്യമായ പോയിന്റിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ 2-3 സ്ഥലങ്ങൾ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ലക്ഷ്യം കാണാനാകുമെന്ന പ്രതീക്ഷ വരുന്നു. അതിപ്പോൾ ഉദ്യോഗസ്ഥർ അംഗീകരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം കൃത്യമായി ഈ പ്രദേശം നമ്മളെക്കാളും ഈ ഒരു പുഴയും ഈ പ്രകൃതിയും ഈ കുന്നുമൊക്കെ വലിയ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നോളജ് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇന്ന് അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം നൽകിയ കുറച്ച് ഡയറക്ഷൻ ഉണ്ട്. ഈ മിഷൻ്റെ കൂടെ അദ്ദേഹം കുറച്ചുകൂടി ഗോവയിൽ നിന്നുള്ള മറ്റു കുറേ സംവിധാനങ്ങളും കൂടി ഇതിനപ്പുറം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു ചാലഞ്ചായി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരിപ്പോൾ കാണുന്നത് ഇത്ര ദിവസം ലോകം മുഴുവനും കാണുന്നു, ഞങ്ങളുടെ കർണാടകത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഒരു തോൽവിയായി ഇത് മാറും, അതുകൊണ്ട് ഇത് എന്തായാലും കണ്ടുപിടിക്കണമെന്നുള്ള അവരിലൊരു ചാലഞ്ചും കൂടി നമുക്കിന്ന് കാണാൻ കഴിയും. വിജയം കണ്ടേ മടങ്ങും. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അവർ ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും എന്താ പറയുക, കർണാടക സർക്കാരിൻ്റെ തോൽവി എന്ന് ആരും പറയരുത്. എന്തായാലും ഞങ്ങൾ ആ ഒരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ പറയുന്നത് എന്തെങ്കിലും സൂചന കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വേറെ ഭാഗങ്ങളിൽ എന്താണ് നോക്കാത്തത് എന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ലോറി കണ്ടെത്തി എന്നൊക്കെ പല ന്യൂസുകളിലും കണ്ടു, അത് ഫേക്കാണ്, ലോറി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ലോറി ആ ഒരു ഭാഗം മാത്രം അവർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ലോറി ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് MLA അഷറഫ് പറയുന്നത്. അത് ഒരു നിഗമനമാണ്. എന്തായാലും അത് നമുക്ക് പ്രാർത്ഥിക്കാം, അത് തന്നെ ആവണേ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അർജുൻ എന്ന സഹോദരനെ എത്രയും പെട്ടെന്ന് ജീവനോടുകൂടി തന്നെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് എപ്പോഴും ഞാൻ കുറേ വീഡിയോകൾ ചെയ്തു, അപ്പോൾ അതിലെല്ലാം എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അത്രയും വലിയ ശക്തിയുള്ളതാണ്. എന്തായാലും അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കാം. അത് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും അവർക്കൊരു സൂചന കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് അവരത് പുറത്ത് വിടാത്തത്. എന്തെങ്കിലും ഇത് കണ്ടു കാണും. അപ്പോൾ ഓരോ ഇതിൽ പറയുന്നുണ്ട് കയറ് കെട്ടിയതൊക്കെ കണ്ടു, അതുപോലെ ലോറിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചിട്ട് ആ ഒരു അന്വേഷണം അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്തോ കണ്ടിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ സഹോദരൻ ജീവനോട് തന്നെ തിരിച്ചു വരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയാണ് ഇനി മുന്നിലുള്ളത്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടിയും എല്ലാം. ആ കുഞ്ഞിൻ്റെ എന്താ പറയുക, ഒരു പൊന്നു മോനാണ്. അപ്പോൾ ആ കുഞ്ഞിന് അച്ഛനില്ലാതാവരുത്. ആ പൊന്നുമോനെ എന്തായാലും അർജുനെ കിട്ടണം, അച്ഛനെ കിട്ടണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ മനമുരുകി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോ നിമിഷവും നമ്മളെല്ലാവരും അത് ആ അർജുൻ എന്ന സഹോദരനെ കാണാൻ വേണ്ടി ജാതിഭേദമന്യേ നമ്മൾ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശുഭവാർത്ത തന്നെ നമുക്ക് വരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശിക്കാം, ആഗ്രഹിക്കാം. എന്തായാലും ജീവനോടുകൂടി തന്നെ വരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഞാൻ വീണ്ടും പറയുന്നത് എന്ന് വിചാരിക്കരുത്. അത്രയും ഒരു ഇതായതുകൊണ്ട് മാത്രമാണ്, നമ്മുടെ സഹോദരനാണ് അർജുൻ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.